വാർത്തകളിലേക്ക്. വയനാട് മൂലങ്കാവിൽ കാട്ടുതീ. കാരശ്ശേരി വനാതിർത്തിയിലാണ് തീ പടർന്നു പിടിച്ചത്. ഫയർഫോഴ്സും വനം വകുപ്പും തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് വിശദാംശങ്ങൾ? സുൽത്താൻ ബത്തേരി കാരശ്ശേരിയിലാണ് ഇത്തരത്തിലൊരു വലിയ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സമീപത്ത് വനമേഖലയാണ്. ഈ പ്രദേശത്ത് ഒരു മണിക്കൂർ മുൻപാണ് തീപിടുത്തമുണ്ടായത്. ഏക്കർ കണക്കിന് മുളങ്കാടുകൾ കത്തിനശിച്ചു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. മാനന്തവാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള അഗ്നിശമന സേന ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം വനം വകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഏക്കർ കണക്കിന് തീ പടർന്നു പിടിച്ചിരിക്കുന്നതിനാൽ തന്നെ തീ നിയന്ത്രണ വിധേയമാകുന്നത് അല്പം പ്രയാസകരമാണെന്നാണ് ഈ ജീവനക്കാരും അല്പം ഉദ്യോഗസ്ഥരും പറയുന്നത്. നമ്മളിപ്പോൾ കാടിന് ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. കാരണം ഈ മുളങ്കാടുകളെല്ലാം തന്നെ തീ പിടിച്ചത് കൊണ്ട് ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നത് അപകടകരമാണ് എന്ന് ആളുകൾ പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കടത്തിവിടാത്തത്. കഠിനമായ ചൂടുകാലമാണിത്. ചൂട് കാരണമാണോ തീയുടെ പ്രധാന കാരണം? ഒന്ന്. രണ്ട്, ഇത് ഏതൊക്കെ മേഖലകളിലേക്ക് ഈ കാട്ടുതീ വ്യാപിക്കാനിടയുണ്ട്? കാട്ടിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. മറ്റേതൊക്കെ ഭാഗത്തേക്ക് വ്യാപിക്കാനിടയുണ്ട്? സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വനം വകുപ്പ് ഫയർ ലൈൻ, അതായത് തീ പടർന്നു പിടിക്കാതിരിക്കാൻ, ഒരു തരത്തിലും കാട്ടുതീ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ തരത്തിൽ തീ പടർന്നു പിടിച്ചത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വനം വകുപ്പിന് കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല, വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാണിത്. ഈ വനം ഭൂരിഭാഗവും പ്രദേശവും വരണ്ടുണങ്ങി കിടക്കുന്നതിനാൽ തന്നെ ഈ തീ പടർന്ന് എങ്ങനെ പിടിച്ചു എന്നതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ വനം വകുപ്പിനില്ല. ഏതായാലും ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള 2 യൂണിറ്റ് വനം വകുപ്പിന്റെ അഗ്നിശമന സേനയുടെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തീ പടർന്ന് പിടിക്കുകയാണെങ്കിൽ തന്നെ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിലേക്കും തീ പടരാൻ സാധ്യതയുണ്ട്. ഉൾവനത്തിലെല്ലാം തന്നെ വരണ്ടുണങ്ങി കിടക്കുകയാണ്. ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങളാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രദേശവാസിയുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ആദ്യം തീ കാണുന്നതും പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നതും. ചേട്ടാ, എത്ര നേരമായി ഇപ്പോൾ തീപിടുത്തം തുടങ്ങിയത്? 2 മണിക്കൂറോളായി. എങ്ങനെ ആദ്യം കണ്ടു, പിന്നെ എങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ പണിയെടുക്കുന്ന സ്ഥലത്ത് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അക്കരക്കുന്നിൽ പണിയെടുക്കുന്നതാണ്. അവിടെ നിന്ന് കാണുമ്പോഴാണ് തീ പടർന്നതായി കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സൊക്കെ എത്തി അത് കെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഉണങ്ങി കിടക്കുന്നതിനാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് മുളങ്കാട് ഉണങ്ങി കിടക്കുകയാണ്. ഇതിന് മുൻപ് ഇതേപോലെ ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തീ പിടിച്ചിട്ടുണ്ട്. ഈ അഗ്നിശമന സേന ഫയർഫോഴ്സ് വന്ന് തീ അണച്ചിട്ടുണ്ട്. അതെ. ഫയർഫോഴ്സിന് അവരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്ഥിതി അവരെ കൊണ്ട് ഇത് അണയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യത. ഏകദേശം ഈ ഭാഗം കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വനമേഖല നേരെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഉൾഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഭാഗം എത്തും? ഇത് നായ്ക്കെട്ടി, വെള്ളുവാടി, ആ ഏരിയയിലേക്ക്, ഫോറസ്റ്റ് ആ ഏരിയയിലേക്ക് എത്തുപോയി. നികേഷ്, ഈ പ്രദേശവാസി നമ്മളോട് പ്രതികരിച്ചതുപോലെ നായ്ക്കെട്ടി ഫോറസ്റ്റ് സെക്ഷൻപ്പെട്ട ഭാഗമാണ്. നായ്ക്കെട്ടി, വള്ളുവാടി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ നേരത്തെ ഈ വന്യമൃഗശല്യത്തിന് പേര് കേട്ട പ്രദേശങ്ങൾ തന്നെയാണ്. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് ഒരു ഭാഗത്തു നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തീ പടർന്നു പിടിക്കുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ മുളങ്കാടുകൾക്കടിയിൽ തീ പടർന്നു പിടിക്കുന്നതും മുളകളെല്ലാം തന്നെ ഉണങ്ങി നിൽക്കുന്നതായതുകൊണ്ടും തീ അണയ്ക്കുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഏതായാലും വനം വകുപ്പ് ജീവനക്കാരിവിടെ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി ഉൾവനത്തിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ഫയർ ലൈൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സംവിധാനങ്ങളുണ്ടോ ദീപക്? നികേഷ്, നിലവിൽ വയനാട്ടിൽ ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായി കാര്യക്ഷമമായി ഇത്തരത്തിൽ കാട്ടുതീ എല്ലാം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള മതിയായ ഫോഴ്സ് ഇല്ല. അതോടൊപ്പം
ഈ സമീപത്തുള്ള പുഴകളിൽ നിന്നും കിണറുകളിൽ നിന്നുമെല്ലാമാണ് മിക്ക സമയങ്ങളിലും ഫയർഫോഴ്സ് വെള്ളം ശേഖരിക്കുക. അത് 1-2 ടാങ്കർ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വെള്ളം നിറയ്ക്കണമെങ്കിൽ വീണ്ടും പഴയ സ്ഥലത്തെത്തി നിറച്ച് തീയണയ്ക്കാനായി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൃത്യമായി വെള്ളം എടുക്കാനുള്ള സോഴ്സോ അതോടൊപ്പം മതിയായ ജീവനക്കാരില്ലാത്തതുമാണ്.